പ്രിയമുള്ള കുട്ടികളെ, നിങ്ങളെ ഞാൻ എക്കണോമിക്സിന്റെ +2 എക്കണോമിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഓരോ കോൺസെപ്റ്റുകൾ, ഓരോ അഗ്രഗേറ്റ്സ് നമുക്ക് ഇനി പഠിക്കാം. നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഇതുവരെ നാഷണൽ ഇൻകത്തെയാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഡയഗ്രാംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഓരോന്നോരോന്ന് പറയാം. ഫസ്റ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GDP, അവിടെ തുടങ്ങാം. GDP എന്നുള്ളത് മുതൽ തുടങ്ങാം. അപ്പോൾ നമ്പർ 1 GDP. ഓക്കെ, GDP എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDP is the total money value of all final goods and services produced in the domestic territory of a country in a year എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലുള്ള ആകെ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ച ആകെ സാധന സേവനങ്ങളുടെ പണാത്മകമായിട്ടുള്ള മൂല്യം, പണത്തിൽ മൂല്യം കണക്കാക്കുന്നതിനാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അപ്പൊ GDP-യുടെ ഐഡന്റിറ്റീസ്, GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ആദ്യം നോക്കാം. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. GDP at market price is identical to GDP at market price. കേട്ടോ, അപ്പോ നമ്മൾ ആദ്യം തന്നെ ഓപ്പറേറ്റിംഗ് സർപ്ലസ് ആണ് എഴുതാൻ പോകുന്നത്. ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് കൊണ്ട് തുടങ്ങുക? വേജ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ്, IN അല്ലെ, ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇത് എല്ലാത്തിലും വരുന്നത് നമ്മൾ എഴുതി, കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ എഴുതി. ഇനി ഇതിനോട് കൂടെ GDP അല്ലെ, ഗ്രോസ് ആണ്. ഗ്രോസ് ആവുമ്പോൾ എന്ത് വരും? പ്ലസ്, ഗ്രോസ് ആയതുകൊണ്ട് ഡിപ്രീസിയേഷൻ ഉണ്ടാവും. പിന്നെ MP ആണ്, മാർക്കറ്റ് പ്രൈസ് ആണ്, അതുകൊണ്ട് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവും. ടാക്സ് ഉണ്ടാവില്ല, മാർക്കറ്റ് പ്രൈസ് അല്ലേ. ഫാക്ടർ കോസ്റ്റിൽ ടാക്സ് ഉണ്ടാവില്ല, ഇവിടെ ടാക്സ് ഉണ്ടാവും. അപ്പൊ ഇത് എല്ലാത്തിലും വരുന്നത്, ഇത് ഏതിലൊക്കെ വരും? ഡിപ്രീസിയേഷൻ NIT ഏതിലൊക്കെ വരും നോക്കിയാൽ മതി. അത് ഞാൻ പറഞ്ഞല്ലോ, 3 അക്ഷരങ്ങൾ ഏതാ നിങ്ങൾ ഓർക്കേണ്ടത് പറഞ്ഞല്ലോ. ഫസ്റ്റ് ഗ്രോസ്, G ഗ്രോസിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ഫസ്റ്റിൽ N വന്നാൽ ഉണ്ടാവില്ല. ഫസ്റ്റിൽ അക്ഷരം N ആണെങ്കിൽ, രണ്ടാമത്തെ അക്ഷരമല്ല കേട്ടോ. ആദ്യത്തെ അക്ഷരം ഗ്രോസ്, G-യും N-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. രണ്ടാമത്തെ അക്ഷരം D ആണ്. D-യും N-ഉം തമ്മിലുള്ള വ്യത്യാസം NFI ആണ്. ഇനിയിപ്പോൾ D ആണ്, ഡൊമസ്റ്റിക് ആണ്. അതിൽ എന്തില്ല? NFI ഇല്ല അല്ലേ, NFI ഇല്ല. അപ്പൊ അത് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോ NFI ഇല്ല, അപ്പൊ അത് ചേർക്കണ്ട, അത് നമ്മൾ ചേർക്കുന്നില്ല, NFI ഇല്ലാത്തത്. ഇനി നമുക്ക് GDP മാർക്കറ്റ് പ്രൈസ് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച്. ഇപ്പൊ നമ്മള് ഇൻകം മെത്തേഡ് അനുസരിച്ച് എഴുതി. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് GDP at market price is identical to C plus I plus. ഇതൊക്കെ നിങ്ങൾ പഠിച്ചാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇത് ഇൻകം മെത്തേഡ് ആണ്. ആദ്യം ഇൻകം അല്ലേ, ലാൻഡിന്റെ ലേബറിന്റെ ക്യാപിറ്റലിന്റെ ഒക്കെ ഇൻകം അല്ലേ ഈ കാണുന്നത്, ഇൻകം മെത്തേഡ്. ഇത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, C plus I plus G plus X minus M. എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് അല്ലേ GDP. അതില് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് ഇതാണ് GDP. ഇതിലേക്ക് നമ്മൾ ഡിപ്രീസിയേഷൻ വേണമെങ്കിൽ കൂട്ടാം, NIT വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് GDP ഫാക്ടർ കോസ്റ്റ് ആണെങ്കിലോ, GDP ആണല്ലോ, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് പ്രൈസ് ഇതാണ്. ഇനി ഫാക്ടർ കോസ്റ്റ് ആണെങ്കിലോ, GDP at factor cost is identical to, ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? GDP, ഈ GDP-യിൽ നിന്ന് എന്തായാലും വ്യത്യാസമുണ്ട്. GDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് GDP at മാർക്കറ്റ് പ്രൈസ്. GDP ഫാക്ടർ കോസ്റ്റും GDP മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം ടാക്സ് ആണ്, NIT ആണ്. അപ്പൊ ഫാക്ടർ കോസ്റ്റിൽ ടാക്സ് ഇല്ല, ഇവിടെ ടാക്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ് അല്ലെ, മൈനസ് NIT. എന്താ മൈനസ് ചെയ്താൻ കാരണം? ഇതിൽ ടാക്സ് ഉണ്ട്, ഇതിൽ നിന്ന് ടാക്സ് കുറച്ചാൽ ഫാക്ടർ കോസ്റ്റ് കിട്ടും. MP ആണ് ഇവിടെ, MP-യിൽ നിന്ന് ടാക്സ് കുറച്ചാൽ FC കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഉണ്ട്, അപ്പൊ ഇല്ലാത്തത് കിട്ടണമെങ്കിൽ, FC കിട്ടണമെങ്കിൽ ടാക്സ് മൈനസ് ചെയ്യണം. GDP FC കിട്ടണമെങ്കിൽ GDP MP-യിൽ നിന്ന് NIT മൈനസ് ചെയ്യണം. ഇതാണ് നമ്മൾ GDP-യെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. GDP
അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കോൺസെപ്റ്റിലേക്ക് പോവാം, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് GNP-യിലേക്ക്. ഇപ്പൊ GDP കഴിഞ്ഞു, GDP ഞാൻ വായിക്കുന്നു. ഇനി അടുത്ത ഇതിലേക്ക് പോരാ, നമ്പർ 2. എന്താ നമ്പർ 2? യെസ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്താണ്? മൊത്തം ദേശീയ ഉൽപ്പന്നം. ഇപ്പൊ നമ്മൾ നേരത്തെ കൂടി GDP മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം നമ്മുടെ നാട്ടിലേതാണ്. ഇനി വിദേശത്ത് കൂടി ഉൾപ്പെടും അല്ലെ. ഗ്രോസ് നാഷണൽ ആണ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് GNP ആണ്. GNP. അപ്പൊ GNP എന്ന് പറയുന്നത് GNP ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് GDP. GDP-യുടെ ടോട്ടൽ തന്നെയാണ് GNP എന്ന് പറയുന്നത്. അതിൽ എന്ത് കൂടി ഉൾപ്പെടണം? ആൻഡ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ്, അതും കൂടി ഉൾപ്പെടണം. NFI കൂടി കൂടണം. GDP-യിലേക്ക് NFI കൂടണം എന്നർത്ഥം, മനസ്സിലായോ? അപ്പൊ നമുക്ക് GNP എഴുതാം. GNP is identical to, ആദ്യം നമ്മൾ ഘടക വരുമാനങ്ങളൊക്കെ എഴുതാം. ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് സർപ്ലസ് W പ്ലസ് R പ്ലസ് IN പ്ലസ് P അല്ലെ, P അത്ര വന്നു. ഇനി ഇവിടെ G ഗ്രോസ് ആണ്, അതുകൊണ്ട് പ്ലസ് ഡിപ്രിസിയേഷൻ നാഷണൽ ആണ്, ഡൊമസ്റ്റിക് അല്ല. അപ്പൊ എന്തുകൂടി ഉൾപ്പെടും? പ്ലസ് NFI. പിന്നെ ഇവിടെ ഫാക്ടർ കോസ്റ്റ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ എന്ന് ഇവിടെ പ്രത്യേകിച്ച് കൊടുത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് കൊടുക്കണ്ട. ഇവിടെ ഫാക്ടർ കോസ്റ്റ് എന്ന് കൊടുത്താൽ അതിനനുസരിച്ച് ഇവിടെ എഴുതിയാൽ മതി. ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണ് കൊടുത്താൽ ഇവിടെ എന്ത് ചെയ്യണം? മാർക്കറ്റ് പ്രൈസ് അതിനനുസരിച്ച് ചെയ്യണം. ഇവിടെ അത് കൊടുത്തിട്ടില്ലല്ലോ, GNP മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. മാർക്കറ്റ് പ്രൈസ് എന്ന് കൊടുക്കാം കേട്ടോ. GNP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് ആക്കിയതിനെ GNP നമ്മൾ കണ്ടു, എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഐഡന്റിക്കൽ ടു GNP at മാർക്കറ്റ് പ്രൈസ്. GDP ഉണ്ടാക്കുക. GDP അറ്റ് മാർക്കറ്റ് പ്രൈസസിൽ നിന്ന് ഉണ്ടാക്കുക. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. GNP അറ്റ് മാർക്കറ്റ് പ്രൈസും GDP അറ്റ് മാർക്കറ്റ് പ്രൈസും നമ്മൾ വ്യത്യാസം. ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണ്, അതുകൊണ്ട് ടാക്സ് രണ്ടിലും ഉണ്ട്. അപ്പൊ ഇനി പ്രത്യേകിച്ച് ടാക്സ് മൈനസ് ചെയ്യാനില്ല. ഇവിടെ ഗ്രോസ് ആണ്, ഇവിടെ ഗ്രോസ് ആണ്, അപ്പൊ ഡിപ്രീസിയേഷനും മൈനസ് ചെയ്യാനില്ല. ഇനി ഇവിടെ GN ആണ് രണ്ടാമത്തെ അക്ഷരം, നാഷണൽ ആണ്, ഇവിടെ ഡൊമസ്റ്റിക് ആണ്. അപ്പൊ ഇതിൽ എന്തില്ല? ഡൊമസ്റ്റിക്കില് വിദേശത്ത് നിന്നുള്ള വരുമാനം ഇല്ല എന്ന് പറഞ്ഞാൽ NFI ഇല്ല. ഇവിടെ നാഷണൽ NFI കൂട്ടണം. അപ്പൊ ഇതിലേക്ക് NFI കൂട്ടണം. പ്ലസ് NFI, NFI എന്ന് എഴുതാം, അല്ലെങ്കിൽ NFI കൂട്ടിയാൽ അതായി. അത്രേ ഉള്ളൂ. ഇനി GNP ഫാക്ടർ കോസ്റ്റ് ആണെങ്കിലോ, ഇത് മാർക്കറ്റ് പ്രൈസ് അല്ലേ, ഇനി ഫാക്ടർ കോസ്റ്റ് എഴുതി നോക്കൂ. GNP at ഫാക്ടർ കോസ്റ്റ് ഈസ് ഐഡന്റിക്കൽ ടു GNP at ഫാക്ടർ കോസ്റ്റ്. ഫാക്ടർ കോസ്റ്റ് ആവുമ്പോൾ അതിന്റെ വ്യത്യാസം എന്താണ്? GDP at ഫാക്ടർ കോസ്റ്റിൽ നിന്ന് ഉണ്ടാക്കി നോക്കൂ. GDP at ഫാക്ടർ കോസ്റ്റ്. GDP at ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇവിടെ ഫാക്ടർ കോസ്റ്റ്, ഇവിടെ ഫാക്ടർ കോസ്റ്റ്. അപ്പൊ എന്ത് കൂട്ടാനില്ല? ടാക്സ് നോക്കാനില്ല. ഇവിടെ ഗ്രോസ്, ഇവിടെ ഗ്രോസ്, അപ്പോ ഡിപ്രീസിയേഷൻ നോക്കാനില്ല. രണ്ടാമത്തെ അക്ഷരം വ്യത്യാസം, ഇവിടെ നാഷണൽ, ഇവിടെ ഡൊമസ്റ്റിക്. ഇവിടെ N, ഇവിടെ D. N-ൽ NFI ഉണ്ട്, ഇവിടെ ഇല്ല, അപ്പൊ ഇവിടെ കൂട്ടണം. പ്ലസ് NFI. എന്താണോ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ല, ആ 3 അക്ഷരങ്ങൾ, ഒന്ന് ആദ്യത്തെ അക്ഷരം, രണ്ടാമത്തെ അക്ഷരം, പിന്നെ ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും. ഇത് 3 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ എഴുതാം. ഇത് ഇങ്ങനെ പരീക്ഷ ഫില്ല് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തരും. GNP at ഫാക്ടർ കോസ്റ്റ് ഈസ് ഐഡന്റിക്കൽ ടു GDP at ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഡാഷ് എന്ന് പരീക്ഷയ്ക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എഴുതണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഫാക്ടർ കോസ്റ്റ്, ഇവിടെ ഫാക്ടർ കോസ്റ്റ്, അതുകൊണ്ട് ടാക്സ് നോക്കാനില്ല. ഇവിടെ ഗ്രോസ്, ഇവിടെയും ഗ്രോസ്, അതുകൊണ്ട് ഡിപ്രീസിയേഷൻ നോക്കാനില്ല. ഇവിടെ നാഷണൽ, ഇവിടെ ഡൊമസ്റ്റിക്. അപ്പൊ നാഷണൽ ആകുമ്പോൾ NFI ഉണ്ട്, ഡൊമസ്റ്റിക്കിൽ ഇല്ല, അപ്പൊ ഇവിടെ ഇല്ല. ഇവിടെ വേണമാകുമ്പോ പ്ലസ് NFI ഉണ്ടോ? അതാണ് അപ്പൊ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരും ഫില്ല് ചെയ്യാൻ കേട്ടോ. അപ്പൊ അത് നോക്കാം. ഇനി GNP at ഫാക്ടർ കോസ്റ്റ്. GNP at ഫാക്ടർ കോസ്റ്റ് ഈസ് ഐഡന്റിക്കൽ ടു അടുത്ത നമുക്ക് GNP at ഫാക്ടർ കോസ്റ്റ് ഈസ് ഐഡന്റിക്കൽ ടു GDP at ഫാക്ടർ കോസ്റ്റ് നിന്ന് ഉണ്ടാക്കി നോക്കാം. GNP at ഫാക്ടർ കോസ്റ്റ്
GNP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് ഉണ്ടാക്കി, മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് മാർക്കറ്റ് പ്രൈസ് നമ്മളെ വ്യത്യാസമാണ്. GNP തന്നെയാണ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇവിടെ എന്താ വ്യത്യാസം നോക്കാം. ഇവിടെ ഗ്രോസ് ആണ്, ഇവിടെ ഗ്രോസ് ആണ്. അപ്പൊ എന്തില്ല, ഡിപ്രീഷിയേഷൻ നോക്കാനില്ല. ഇവിടെ N ആണ്, ഇവിടെ N ആണ്. അപ്പൊ NFI ഇല്ല. ഇവിടെ ഫാക്ടർ കോസ്റ്റ് ആണ്, മാർക്കറ്റ് പ്രൈസ് ആണ്. ഫാക്ടർ കോസ്റ്റില് ടാക്സ് ഇല്ല, MP ടാക്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പൊ മൈനസ് ആണോ പ്ലസ് ആണോ? ഇല്ലാത്തതാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ മൈനസ് ആണ്. ഉള്ളത് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ പ്ലസ് ഇടുന്നുണ്ട്. ഇവിടെ മൈനസ് NIT, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെ. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് ഏതൊക്കെ ടാക്സ് വരും? ഇതിനെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് പ്ലസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് അങ്ങനെ എഴുതാം. നെറ്റ് പ്രൊഡക്ഷൻ ടാക്സും നെറ്റ് പ്രോഡക്റ്റ് ടാക്സും, രണ്ട് ടാക്സും എല്ലാ ടാക്സും കൂടിയതാണ് NIT. മൊത്തം ടാക്സിനെയാണ് നമ്മൾ NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ്, നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് രണ്ട് മൈനസ് ഇട്ടാൽ എന്താ ചെയ്ത, മൈനസ് ഡാഷ് ഡാഷ് ഇങ്ങനെ കൊടുത്തു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്ത, മൈനസ് ഡാഷ് ഇങ്ങനെ കൊടുത്താൽ മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ്. അപ്പം പ്രൊഡക്ഷൻ ടാക്സും പ്രോഡക്റ്റ് ടാക്സും കൊടുക്കണം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യണം എന്നതിനർത്ഥം. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം. തേർഡ് കോൺസെപ്റ്റ് കേട്ടോ, തേർഡ് കോൺസെപ്റ്റ്. അപ്പൊ ഇത് ഞാൻ വായിക്കാണ്. ഇത് നമുക്ക് മനസ്സിലായി, GNP. ഇനി അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം അല്ലേ. മൂന്നാമത്തെ കോൺസെപ്റ്റ്, തേർഡ് വൺ, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, NNP. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? GDPയും GNPയും പഠിച്ചു. ഇനി NNP നോക്കാം. NNP നിങ്ങൾക്ക് ആ ഡയഗ്രത്തിലും ഉണ്ട്, ഏതൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്നുള്ള ഡയഗ്രത്തിലും ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത ഏതാണ്? NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കേട്ടോ. NNP നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. NNP നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഈ നെറ്റ് നാഷണൽ പ്രോഡക്റ്റില് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗൂഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി ഇൻ എ ഇയർ ലെസ് ഡിപ്രീസിയേഷൻ ആണ്. ലെസ് ഡിപ്രീസിയേഷൻ കേട്ടോ. ഇവിടെ ഏതാണ് മൈനസ് ആവുന്നത്? ഡിപ്രീസിയേഷൻ അല്ല, കാരണം ഇവിടെ N ആണ്, നെറ്റ് ആണ്. അപ്പോ that is the money value of all final goods and services produced in a country. ഒരു രാജ്യത്ത് ഉൽപ്പാദിച്ച എല്ലാം produced in a country in a year less depreciation. ഡിപ്രീസിയേഷൻ മാത്രമാണ് ഇതിൽ ഇല്ലാത്തത്. അപ്പൊ നമുക്ക് അത് എഴുതി നോക്കാം. NNP എഴുതി നോക്കാം. NNP is identical to ഘടക വരുമാനങ്ങൾ എഴുതുക. W പ്ലസ് R പ്ലസ് IN പ്ലസ് P. ഇനി ഏതൊക്കെയാണ് വേണ്ടത്? ഓപ്പറേറ്റിംഗ് സർപ്ലസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഏതൊക്കെ വേണ്ടത്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. എന്ത് കൂട്ടണം, എന്ത് കുറക്കണം? യെസ്, കൂട്ടാനുള്ളത് മാത്രം കൂട്ടിയാൽ മതി. ഇതിന് കുറക്കാനില്ല, കൂട്ടാനുള്ളത് കൂട്ടുക. ഏതൊക്കെ കൂട്ടണം അതിലേക്ക്? ഏതൊക്കെ കൂട്ടണം? NNP ആവുമ്പോ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കേട്ടോ. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ശരിക്കും അത് കൂട്ടണമെന്നില്ല, കാരണം ഇവിടെ ഫാക്ടർ കോസ്റ്റ് ആണ്, മാർക്കറ്റ് പ്രൈസ് ആണെന്ന് പറയുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ NIT കൂട്ടാം. പ്ലസ് ഇവിടെ നാഷണൽ ആണ്, അവിടെ എന്ത് കൂട്ടണം? NFIA കൂട്ടണം അല്ലെ. രണ്ടാമത്തെ അക്ഷരം നോക്കാം, നാഷണൽ ആണ്. പ്ലസ് NFIA കൂട്ടുക കേട്ടോ. GNP ഫാക്ടർ കോസ്റ്റ്. ഇത് ഇനി അടുത്ത് നോക്കാം നമുക്ക്. NNP നമ്മൾ നോക്കി. ഇനി NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് നോക്കാം. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഐഡന്റിക്കൽ ടു GNP നോക്കാം. GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇതെന്താ നമ്മുടെ വ്യത്യാസം നോക്കാം. ഇവിടെ മാർക്കറ്റ് പ്രൈസ്, ഇവിടെ മാർക്കറ്റ് പ്രൈസ്. അതുകൊണ്ട് ടാക്സ് നോക്കാം. എന്താ നമ്മൾ എഴുതാം, രണ്ടിലും ഉണ്ട്. ഇനി ഇവിടെ N ആണ്, ഇവിടെ ഗ്രോസ് ആണ്. അപ്പൊ എന്താ വ്യത്യാസം? ഇതില് N, ഇവിടെ ഗ്രോസ്, ഇവിടെ ഡിപ്രീസിയേഷൻ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പൊ ഇല്ലാത്തതാവുമ്പോ മൈനസ് ഡിപ്രീസിയേഷൻ.
ഇല്ലാത്തത് നമുക്ക് കിട്ടണ്ടേ. ഇവിടെ രണ്ടാമത്തെ എൻ ആണ്, GNP നാഷണൽ ആണ്, ഇവിടെ നാഷണൽ ആണ്. അപ്പൊ ഇനി NFI നോക്കണ്ട അല്ലെ. അപ്പൊ ഡിപ്രീസിയേഷൻ മാത്രം മൈനസ് ചെയ്താൽ മതി. ഇനി NNP മാർക്കറ്റ് പ്രൈസ്, NNP അടുത്ത് നോക്കാം. NNP at market price is identical to NNP at market price. NDP at market price നിന്ന് ഉണ്ടാക്കി വെക്കുന്നത് NDP കേട്ടോ. NDP at market price. ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണ്, ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണ്. അതുകൊണ്ട് ടാക്സ് നോക്കണ്ട. ഇവിടെ നെറ്റ് ആണ്, ഇവിടെ നെറ്റ് ആണ്. ആദ്യത്തെ അക്ഷരം N ആണ്, നെറ്റ് ആണ്. അപ്പോ ഡിപ്രീസിയേഷൻ നോക്കണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ രണ്ടാമത്തെ അക്ഷരം N ആണ്, രണ്ടാമത്തെ അക്ഷരം D ആണ്. എന്താ വ്യത്യാസം? NFI അല്ലേ. ഡിയിൽ NFI ഇല്ല, ഇവിടെ ഉണ്ട്. ഉള്ളതാ കിട്ടണ്ടേ, അപ്പൊ കൂട്ടണം അല്ലെ. പ്ലസ് NFI അങ്ങനെ നോക്കാനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പരീക്ഷ അങ്ങനെ നോക്കിയിട്ടാണ് ഫിൽ ചെയ്താൽ മതി. ഇനി NNP at ഫാക്ടർ കോസ്റ്റ്, NNP മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ രണ്ടെണ്ണം നോക്കി. ഇനി ഫാക്ടർ കോസ്റ്റ് നോക്കാം. NNP at ഫാക്ടർ കോസ്റ്റ് ഈസ് ഐഡന്റിക്കൽ ടു NNP at ഫാക്ടർ കോസ്റ്റ് ഈസ് ഐഡന്റിക്കൽ ടു NNP at മാർക്കറ്റ് പ്രൈസിലുള്ള വ്യത്യാസം നോക്കാം. NNP at മാർക്കറ്റ് പ്രൈസ്, NNP ഫാക്ടർ കോസ്റ്റും NNP മാർക്കറ്റ് പ്രൈസും നമ്മുടെ വ്യത്യാസം എന്താണ്? ഇവിടെ N ആണ്, ഇവിടെ N ആണ് ആദ്യത്തെ അക്ഷരം. രണ്ടാമത്തും ഇവിടെ N ആണ്, ഇവിടെ N ആണ്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷനും NFI നോക്കണ്ട അല്ലെ. ഇവിടെ വ്യത്യാസം ഫാക്ടർ കോസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. ഇതിൽ ഇവിടെ ഫാക്ടർ കോസ്റ്റ്, ഇത് നമ്മുടെ വ്യത്യാസം എന്താണ്? ടാക്സ് ആണ്, NIT ആണ്. അപ്പൊ ഇവിടെ ഈ NIT ഇതിലില്ല, ഇതിലുണ്ട്. അപ്പോൾ ഉള്ളതിൽ നിന്ന് ഇല്ലാത്തതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇല്ല എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ മൈനസ് NIT. ഇത്രേ ഉള്ളൂ. ഏതാണോ നമ്മൾ ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കുക കേട്ടോ. ഇനി ഒന്ന് നോക്കാം NNP at ഫാക്ടർ കോസ്റ്റ്. NNP at ഫാക്ടർ കോസ്റ്റ്, ഈ NNP at ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ് എന്ത് നമ്മൾ പഠിച്ചത്? ഈസ് ഐഡന്റിക്കൽ ടു നാഷണൽ ഇൻകം. ഇതാണ് നാഷണൽ ഇൻകം. ഇത് പഠിച്ചിട്ടുണ്ട്. NNP at ഫാക്ടർ കോസ്റ്റ് ഈസ് ദ നാഷണൽ ഇൻകം എന്ന് പഠിച്ചിട്ടുണ്ട്. NNP at ഫാക്ടർ കോസ്റ്റ് ദാറ്റ് ഈസ് നാഷണൽ ഇൻകം ഈസ് ഐഡന്റിക്കൽ ടു, അതിന് നമ്മൾ വേറെ ഒന്ന് എഴുതാം. NNP at മാർക്കറ്റ് പ്രൈസ്, NNP at മാർക്കറ്റ് പ്രൈസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? NNP at ഫാക്ടർ കോസ്റ്റ്, അതായത് നാഷണൽ ഇൻകവും NNP at മാർക്കറ്റ് പ്രൈസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? NNP at ഫാക്ടർ കോസ്റ്റ് ആണ് നാഷണൽ ഇൻകം. ഇവിടെ N ആണ്, ഇവിടെ N ആണ്, നോക്കണ്ട. ഇവിടെ രണ്ടാമത്തെ അക്ഷരം N ആണ്, രണ്ടാമത്തെ ഇവിടെ N ആണ്. ഇവിടെ ആകെ വ്യത്യാസം ഇവിടെ ഫാക്ടർ കോസ്റ്റ് ആണ്, ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പൊ എന്ത് വ്യത്യാസം ഉണ്ടാവും? ടാക്സ് അല്ലേ. അപ്പൊ മൈനസ് ഇതേപോലെ തന്നെ NIT എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ NIT എന്ന് എഴുതാം, അല്ലെങ്കിൽ ടാക്സ്. രണ്ട് ടാക്സസ് ഉൾപ്പെടെ ഏതൊക്കെയാണ്? നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് അല്ലേ. നെറ്റ് പ്രോഡക്റ്റ് ടാക്സ് മൈനസ് ചെയ്യണം, നെറ്റ് പ്രൊഡക്ഷൻ ടാക്സും മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ മൊത്തത്തിൽ NIT മൈനസ് ചെയ്യണം. NIT മീൻസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് ആൻഡ് നെറ്റ് പ്രോഡക്റ്റ് ടാക്സ്. ഓക്കെ. NNP at ഫാക്ടർ കോസ്റ്റ്, ഇനി അടുത്തൊന്നും നോക്കാം. NNP at ഫാക്ടർ കോസ്റ്റ്, NNP at ഫാക്ടർ കോസ്റ്റ് ഈസ് ഐഡന്റിക്കൽ ടു NNP at ഫാക്ടർ കോസ്റ്റ് ഈസ് ഐഡന്റിക്കൽ ടു NDP at ഫാക്ടർ കോസ്റ്റ്. അടുത്ത വരുന്നതാണ് NDP at ഫാക്ടർ കോസ്റ്റ്. ഇവിടെ NDP ഫാക്ടർ കോസ്റ്റ് ആണ്. ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ ഫാക്ടർ കോസ്റ്റ്, ഇവിടെ ഫാക്ടർ കോസ്റ്റ് ആണ്. അപ്പൊ ടാക്സ് നോക്കണ്ട അല്ലേ. ടാക്സ് നോക്കേണ്ടത് ഒന്ന് ഫാക്ടർ കോസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ആകുമ്പോഴാണ്. ഇനി ഇവിടെ ആദ്യത്തെ അക്ഷരം രണ്ടും സെയിം ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ നോക്കണ്ട. ഇവിടെ നെറ്റ് ആണ്, ഇവിടെ നെറ്റ് ആണ്, ഗ്രോസ് ഇല്ല. അപ്പൊ ഡിപ്രീസിയേഷൻ നോക്കണ്ട. ഇനി ഇവിടെ നാഷണൽ ആണ്, ഇവിടെ ഡൊമസ്റ്റിക് ആണ്. അപ്പൊ ഈ രണ്ടാമത്തെ അക്ഷരമാണ് വ്യത്യാസം. അത് ആ വ്യത്യാസം എന്തിൻ്റെതാണ്? നാഷണലില് വിദേശ വരുമാനം ഉണ്ട്, ഡൊമസ്റ്റിക്കിൽ ഇല്ല. അതായത് ഇവിടെ NFI ഉണ്ട്, ഇവിടെ NFI ഇല്ല. ഇവിടെ വിദേശ വരുമാനം ഉണ്ട്, ഇവിടെ വിദേശ വരുമാനം ഇല്ല. അപ്പൊ ഇല്ലാതെ ഉള്ളതിലേക്കാണ് പോകുന്നത്. അപ്പൊ പ്ലസ് NFI. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പൊ നമ്മൾ 3 കോൺസെപ്റ്റ് പഠിച്ചു. ഇനി അടുത്ത കോൺസെപ്റ്റുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഒരു വീഡിയോയിൽ മൊത്തത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അപ്പൊ ഇത് ആദ്യം നമ്മൾ പഠിച്ചു വെക്കാം. 3 ഏതൊക്കെയാണ്? ഒന്ന് GDP, മറ്റൊന്ന് GNP, മറ്റൊന്ന് NNP. GDP, GNP, NNP. ഓക്കെ, ഇത് 3 ശരിക്കും പഠിച്ചു വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫിൽ ദ ബ്ലാങ്ക്സ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ 4 ഒരുമിച്ച് കൊടുത്തിട്ട് 5 മാർക്കിന്റെ ചോദ്യമാവും. മനസ്സിലായോ?
അപ്പോൾ പലപ്പോഴും 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഇത് 5 ഒരുമിച്ച് കൊടുക്കും. അപ്പോൾ ഫില്ല് ചെയ്യാൻ ഇത് 3 കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഫസ്റ്റ് അക്ഷരം, രണ്ടാമത്തെ അക്ഷരം, പിന്നെ ഫാക്ടർ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക്സ് ടു ഓൾ.